ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോയുടെ ശക്തമേറിയ ഒരു വചനം ഈ പ്രഭാതത്തിൽ നിന്നോട് പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 11-ാം തിരുവചനം. ഈശോ പറയാണ്, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ധാരാളം ഇടയ സങ്കല്പങ്ങൾ നിലനിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്കാണ് ഈശോ ഇത് നിറയ്ക്കുക. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. കൂലിക്കാരായ ഇടയന്മാരുള്ള സ്ഥലത്തെ ഈശോ പറയുക. ആ സങ്കല്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്നിടത്ത് പറയുക. അവർ ചെന്നായ്ക്കളെല്ലാം വരുമ്പോൾ ആടുകളെ വിട്ടിട്ട് ജീവൻ രക്ഷിക്കുവാനായിട്ട് ഓടും. പക്ഷേ അങ്ങനത്തെ ഒരു ഇടയനല്ല ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി നിലനിൽക്കുന്ന നല്ല ഇടയനാണെന്ന് പറയുക. നല്ല ഇടയനായ ക്രിസ്തുവേ, നിനക്ക് ആരാധന, നിനക്ക് മഹത്വം. അത് പറഞ്ഞാൽ പോരാ. ഈ ഇടയനെ നിന്റെ ജീവിതത്തിന് നീ ഭാഗമാക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കും. കുരിശ് നിനക്ക് വേണ്ടി മരിച്ചവനാണ്. എല്ലാ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് പിതാവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തു. എന്തിനു വേണ്ടിയാ? നിന്റെ ജീവൻ വിലമതിക്കുന്നതുകൊണ്ടാ. നല്ല ഇടയനാണെന്ന് പറയുക മാത്രമല്ല, ജീവൻ അർപ്പിച്ച് കാണിച്ചു. കാരണം നീ അത്രത്തോളം വിലയുള്ള വ്യക്തിയാ. നിന്നെ അത്രത്തോളം ഇവൻ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ആ ക്രിസ്തുവിനെ എത്രത്തോളം നീ മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രത്തോളം നീ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയനായ നിന്നെ ആഴത്തെ മനസ്സിലാക്കുവാനും ആ ഇടയനോട് ആടുകൾ ഒട്ടിച്ചേർന്നിരിക്കുന്നത് പോലെ ഒട്ടിച്ചേരുവാനായിട്ടും ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകളും നന്മകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.